ഇന്ന് രാവിലെ അമ്മയ്ക്ക് പെട്ടെന്നൊരു വെളിപാടുണ്ടായി കേട്ടോ. കട്ടപ്പനയുള്ള ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലൊന്ന് പോകണമെന്ന്. പിന്നെ ഒട്ടും താമസിപ്പിച്ചില്ല, കുളിച്ചു റെഡിയായി ഓട്ടോ വിളിച്ചു അമ്പലത്തിലെത്തിയിട്ടുണ്ടേ. പിന്നെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു, വഴിപാടിനൊക്കെ എഴുതി കൊടുത്തു. പിന്നെ അവിടുത്തെ പ്രധാന വഴിപാടാണ് കേട്ടോ പാൽപ്പായസം. എന്തൊരു രുചിയാണെന്നറിയാവോ പാൽപ്പായസത്തിന്. അവിടെ ഞങ്ങൾ എല്ലാവരും ഒരു ഗ്ലാസ് കുടിക്കുകയും ചെയ്ത് വഴിപാട് കഴിപ്പിച്ച പാൽപ്പായസം വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തേ. ഇതാണ് കേട്ടോ അമ്പലം വരുന്നത്. തിരിച്ചു പോരുന്ന വഴിക്ക് നമ്മൾ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ചൂരമീനാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. പപ്പടം തീർന്നിട്ടുണ്ടായിരുന്നേ, കുറച്ച് പപ്പടം കൂടെ വാങ്ങി. കാലത്ത് അമ്പലത്തിൽ പോയത് കൊണ്ട് തന്നെ ചീരയ്ക്കും പച്ചക്കറിക്കും ഒന്നും കാര്യമായിട്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ നേരെ വന്ന് ഡ്രസ്സും മാറി എൻ്റെ പച്ചക്കറിക്കൊക്കെ ഉള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. അവരോട് വിശേഷങ്ങളും പറഞ്ഞു. പിന്നെ പച്ചക്കറിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ ചെടികൾക്കും ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. തണലത്ത് നിൽക്കുന്ന ചെടികൾക്ക് മാത്രമേ ഒഴിച്ചിട്ടുള്ളേ, നട്ടുച്ചയായതുകൊണ്ടേ. അമ്മ അതിനിടയ്ക്ക് ചൂരമീൻ വറക്കാനുള്ള പരിപാടിയിലാണേ. നമ്മുടെ ചീരയും പാവലും പയറും ഒക്കെ ഉഷാറായിട്ട് വളർന്നു വരുന്നുണ്ട്. അതിനിടയ്ക്ക് ഇത് അമ്മ മീൻ വറുത്തു, പപ്പടം കാച്ചി, കായയും വൻപയറും ഒക്കെ ഇട്ട് കൂട്ടുകറി വെച്ചിട്ടുണ്ടായിരുന്നു. അതും എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് ഊണ് കഴിച്ചു കേട്ടോ. കാലത്തൊന്നും കഴിക്കാതെ പോയതുകൊണ്ടേ നല്ല വിശപ്പുണ്ടായിരുന്നു. ഊണ് കഴിച്ചപ്പോഴുള്ള സമാധാനം.